നമസ്തേ. ഒരു പരീക്ഷ, ഒരു ക്ഷേത്രം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിത്തറ ഇളക്കുകയാണോ എന്നുള്ള ചോദ്യം നമ്മുടെ രാജ്യത്തിന് മുമ്പാകെ, നമ്മുടെ സമൂഹത്തിൽ ഒന്നടങ്കം, രാജ്യത്തുടനീളം അത് ഉയർന്നു വരികയാണ്. ആ ചോദ്യത്തിൽ ഒരു ന്യായമില്ല എന്നുള്ള സംശയം തോന്നാം. എന്നാൽ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ള മറു ചോദ്യവും ഇവിടെ വരുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതൊരു സാധാരണ വാർത്തയല്ല, അതൊരു അസാധാരണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി വരുന്നതിന്റെ സൂചനയാണോ എന്നുള്ള സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട്. അതായത് ഇതൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ സൂചനയാണ് എന്നുള്ള വിലയിരുത്തലുകളും ഒക്കെ വരുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന സമരം അതൊരു സാധാരണ രാഷ്ട്രീയ സമരത്തിന്റെ ഗണത്തിൽ നമുക്ക് എന്തായാലും ഉൾപ്പെടുത്താനായിട്ടൊക്കെ സാധിക്കില്ല. കാരണം ആ വിഷയം പല രീതിയിൽ പല ആളുകൾ ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഉന്നയിച്ചിട്ടുള്ള നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പർ വിവാദം പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഗവൺമെന്റ് കൃത്യമായ ഉത്തരവും തരേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ആദ്യം ചെയ്തിരുന്നു. ആ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടു വശങ്ങളും മനസ്സിലാവുകയും ചെയ്യും. ഇനി നമ്മൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് വരാം. ഇത് മറ്റെന്തെങ്കിലും ഒരു വിഷയമാണോ? കാരണം ഒരു ഗ്ലോബൽ നരേറ്റീവുമായി ബന്ധപ്പെട്ടിട്ട് പലരും ഉയർത്തുന്ന ഒരു വാദമുഖത്തിന്റെ ഭാഗമാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ലോകത്തെ 40-ലധികം രാജ്യങ്ങളിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊപ്പം ഇടപെട്ടതായിട്ട് ആരോപിക്കപ്പെടുന്ന നമുക്കറിയാവുന്ന ജോർജ് സോറോസ് എന്ന് പറയുന്ന പേര്, സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ, ഈ ഫൗണ്ടേഷന്റെ അടുത്ത ടാർഗറ്റ് ആണോ എന്നുള്ള വാദമുഖങ്ങളൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ ലക്ഷ്യം മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മോദിയെ താഴെ ഇറക്കുക. ഇപ്പോ ഈ നീറ്റ് എക്സാം നടക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, മോദിയെ ഞാൻ അങ്ങ് വകവരുത്തുമെന്നൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇപ്പൊ കൂടി ഞാൻ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടതേയുള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ യുവതലമുറയെ കൊണ്ട് കൂടി പറയിപ്പിക്കുമ്പോൾ അതൊരു സാധാരണ സംഭവമല്ല. നമുക്കറിയാം, യുവജനത അങ്ങ് അഴിച്ചുവിട്ട കാറ്റ് വിട്ടു പോയ പട്ടം പോലെ അങ്ങ് പറന്നു പോകുന്ന സാഹചര്യമാണ്. അവരെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ സോഷ്യൽ മീഡിയ ആണ്. ഈ സോഷ്യൽ മീഡിയയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ, സോഷ്യൽ മീഡിയയിൽ കൂടിയാണല്ലോ ഈ ഒരു ആഹ്വാനമൊക്കെ ഉണ്ടായത് പോലും. അപ്പോൾ അവരെത്രത്തോളം തടിച്ചുകൂടി എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ സംശയം ന്യായമല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നത്. അപ്പൊ ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമോ അല്ലെങ്കിൽ ഇതൊരു വലിയ പദ്ധതിയുടെ ഭാഗമാണോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ചില ഇക്കോസിസ്റ്റങ്ങളും എൻ ജി ഒ നെറ്റ്വർക്കുകളും വിദേശ ഫണ്ടിങ്ങും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലേക്ക് പല തവണയായിട്ട് വരികയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന കാര്യം, ഈ CJP-യുടെ സമരം ഒക്കെ അതൊരു ടൂൾ കിറ്റ് ആണ് എന്ന് പറയുന്നവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനെയാണ്. 2019 CAA പ്രതിഷേധം വരുന്നു. 2020 ഡൽഹി കലാപം ഉണ്ടാകുന്നു. 2021 കർഷക സമരം വരുന്നു. 2023 ഗുസ്തിക്കാരുടെ സമരം വരുന്നു. 2024 മണിപ്പൂർ കലാപം ഉണ്ടാകുന്നു. ഇനി 2026 വീണ്ടും മാർച്ചുകളും പ്രതിഷേധങ്ങളും ദാ ഇപ്പോ ഇവിടെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ പാറ്റേൺ ആണ്, ഒരേ മുദ്രാവാക്യമാണ്, ഒരേ അന്താരാഷ്ട്ര PR വർക്കാണോ എന്ന് സംശയിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഓരോ സമരത്തിന്റെയും പിന്നിലുണ്ട്. അപ്പോഴും നമുക്ക് മുമ്പിലേക്ക് മറ്റു ചില കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഇവിടെ തന്നെയുള്ള ചില ഗെയിം കളിക്കലാണോ, അതോ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില അന്താരാഷ്ട്ര കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയത് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാത്രമല്ല, മറിച്ച് ഒരു ബ്രാൻഡാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബ്രാൻഡായിട്ടാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് പോലും
പലപ്പോഴും രഹസ്യമായിട്ടെങ്കിലും അത് പറയേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു ബ്രാൻഡായി വരുമ്പോൾ ആ ബ്രാൻഡിന്റെ 4 തൂണുകളായിട്ട്, അതായത് 4 കാര്യങ്ങളിലാണ് അദ്ദേഹത്തെ ഉറപ്പിച്ചു നിർത്തുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, അഴിമതി വിരുദ്ധനായിട്ടുള്ള നേതാവ് എന്നുള്ള ഒരു സ്ലോഗൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ശക്തനായ ഭരണാധികാരി എന്നുള്ളത് പറഞ്ഞിരുന്നു. കാര്യക്ഷമമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, ഹിന്ദുത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മണിപ്പൂർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശക്തനായ നേതാവാണോ എന്നുള്ളത്. ഇലക്ട്രൽ ബോണ്ട് പ്രശ്നം വന്നു. അപ്പോൾ അഴിമതി വിരുദ്ധനാണോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. നീറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം കാര്യക്ഷമതയുണ്ടോ എന്നുള്ളതാണ്. അയോധ്യ ചോദ്യം ചെയ്യപ്പെടുന്നു. വിശ്വാസ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ ഈ 4 കാര്യങ്ങൾക്ക് ബദലായിട്ടുള്ള ചോദ്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു യാദൃശ്ചികമൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇതൊരു കൃത്യമായ രാഷ്ട്രീയ സമ്മർദ്ദമാണോ എന്ന് സംശയിക്കത്തക്ക കാരണങ്ങളും ഇതിന് പിന്നിൽ നമുക്ക് ആലോചിച്ചാൽ തെറ്റുണ്ട് എന്നും പറയാൻ കഴിയില്ല. ഇനി നീറ്റിലേക്ക് തന്നെ നമുക്ക് വരാം. ഇത് ഇന്ത്യയിൽ ഒരു പരീക്ഷ മാത്രമല്ല, ഇതൊരു ജീവിതമാണ്. നമുക്കറിയാം അത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്, ആരൊക്കെയാണ് അതിൽ പ്രതീക്ഷ വയ്ക്കുന്നത് എന്നൊക്കെയുള്ളത്. അപ്പൊ ഒരു കുട്ടിയുടെ മനസ്സിൽ നീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളിൽ ഒരൊറ്റ ചോദ്യം മാത്രമാണ് ഉണ്ടാവുക. അതായത്, ഇത്രയും വർഷം ഞാൻ പഠിച്ചത് വെറുതെ ആയോ? അവൻ കഷ്ടപ്പെട്ട് പഠിച്ച് നീറ്റ് എഴുതാൻ പോകുമ്പോഴാണ് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നത്. അപ്പോ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷകളും എല്ലാം തന്നെ ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. അവരൊക്കെയും ഇത്തരത്തിലുള്ള ചോദ്യം പേപ്പർ വാങ്ങിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങി അത് എഴുതി പാസ്സായവരാണോ എന്നുള്ള ആശങ്കയും അതിലെ വിശ്വാസ്യതയും ഒക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ വിദ്യാർത്ഥി ചോദിക്കുന്ന ഞാൻ ഇത്രയും വർഷം പഠിച്ചത് വെറുതെ ആയോ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യമാണ് പ്രതിഷേധത്തിന്റെ ഹൃദയഭാഗം അല്ലെങ്കിൽ മർമ്മഭാഗം എന്ന് നമുക്ക് പറയാവുന്നത്. ഇവിടെ ആദ്യം പ്രതിഷേധിച്ചത് രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല, വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, മറിച്ച് ഒരു സാമൂഹികമായിട്ടുള്ള പൊട്ടിത്തെറിയാണ് എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയും. ഇന്ത്യയിലെ കോച്ചിങ് സെന്ററുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കോട്ടയാണ്. അവിടെ സത്യത്തിൽ കുട്ടികൾ ജീവിക്കുകയൊന്നുമല്ല. നമുക്കറിയാം, അവർ ഓരോ ദിവസവും പോരാടുകയാണ്. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും ഓരോ സീറ്റിനും ആയിരങ്ങളാണ്. ഇത്രയും സമ്മർദ്ദം സഹിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ ഒടുവിൽ പറയുന്ന കാര്യമാണ് ഈ പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ട്രോമ സ്റ്റേജിലേക്ക്, മാനസിക ദുരന്തത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം, പ്രതിപക്ഷം പറയുന്നത് എന്താണ്? മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ചരിത്രം നോക്കൂ എന്നുള്ളതാണ്. ശരിയാണ്, വലിയ വീഴ്ചകൾ വരുത്തിയിട്ടുള്ള മന്ത്രിമാരൊക്കെയും ഈ പറയുന്നത് പോലെ രാജിവെച്ചിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റെയിൽവേ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് മന്ത്രിയല്ല, പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് രാജിവെക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ പ്രതിപക്ഷം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംരക്ഷണ രാഷ്ട്രീയം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്കെതിരെ ഉണ്ട്, അല്ലെങ്കിൽ കേന്ദ്രവുമായി ചേർന്ന് നിൽക്കുന്നവരെ ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ രാഷ്ട്രീയത്തിന്റെ കാര്യം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സത്യത്തിൽ ഈ സംരക്ഷണ രാഷ്ട്രീയമാണ് ഒരുപക്ഷെ പ്രതിഷേധത്തെ കൂടുതൽ ശക്തിമത്താക്കുന്നത് എന്ന് കൂടി നമുക്ക് വിലയിരുത്തേണ്ട സാഹചര്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അത് വെറും ഒരു മന്ത്രിയായിട്ട് മാത്രമല്ല കേന്ദ്രം കാണുന്നത്, ആളെ ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് കൂടി കാണുന്നുണ്ട്. കാരണം ഭരണം കൈവിട്ടു പോകുമെന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജികളാണ് എവിടെ എന്ത് രാഷ്ട്രീയം കളിക്കണം, എങ്ങനെ പിളർത്തിയാൽ എവിടെ നിന്ന് എങ്ങനെയെല്ലാം വോട്ട് കിട്ടും എന്നുള്ള അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവമായിട്ടുള്ള കളി കൊണ്ടാണ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല ഭരണവും പിടിച്ചെടുക്കാൻ ഒക്കെ BJPക്ക് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് കൂടിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനെ
സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ, മോദിയുടെ, അമിത്ഷായുടെ ഒക്കെ ആവശ്യമായി വരുന്നു എന്നുള്ള നറേറ്റീവ് കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. അങ്ങനെ ഒരു നറേഷൻ കൂടി ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇവരുടെ വിശ്വാസത്തിലേക്ക്. അയോധ്യയാണ്. അയോധ്യ ഒരു വെറും ഒരു ക്ഷേത്രമല്ല, അതൊരു വികാരമാണ്. 30 വർഷത്തെ പോരാട്ടം, രാഷ്ട്രീയം, കോടതികൾ എല്ലാം ഉൾപ്പെട്ട ഒരു രാമക്ഷേത്രം. പക്ഷേ ഇന്ന് ഈ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ ആഴത്തിൽ കാമ്പുള്ളവയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സാധാരണ ആരോപണമല്ല. കാരണം ഇത് വളരെയധികം വിശ്വാസികളെ സ്പർശിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നീറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കാര്യക്ഷമമായിട്ടുള്ളവരാണോ എന്നുള്ളത്. അയോധ്യ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസ്തരാണോ എന്നുള്ളത്. വിശ്വാസികളുടെ വോട്ട് നേടി വന്ന, അവർക്ക് വേണ്ടി നിർമ്മിച്ച ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും കൊള്ളകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതും ചോദ്യചിഹ്നമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല BJPക്ക്. ഇനി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകാം. അതും കൂടി പറയാതെ ഈ വിഷയം പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല. FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമുക്കറിയാം. വലിയ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരികയൊക്കെ ഉണ്ടായി. ഏതാണ്ട് 20,000-ലധികം NGOകളുടെ ലൈസൻസ് ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ വിദേശ പണമൊഴുക്ക് ഏതാണ്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ വാദമല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് NGOകളുടെ പല ലൈസൻസുകളും ഒക്കെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് ചിലർക്ക് അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. പിന്നീട് വരുമ്പോൾ സെമി കണ്ടക്ടർ യുദ്ധമാണ്. ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നത് അത് ചില ഗ്ലോബൽ ലോബികൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതും ഒരു ഫാക്ടറാണ്. അതൊരു സത്യവുമാണ്. ഇന്ത്യയുടെ ഉയർച്ച ആരും ഇത്തരത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല, മറ്റു ലോകരാജ്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയാണ്. ഏതാണ്ട് 81,000 കോടി രൂപയുടെ വളരെ സ്ട്രാറ്റജികളായിട്ടുള്ള പദ്ധതിയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ നീക്കം നടക്കുന്നുണ്ട്. അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ വരുന്നുണ്ട്. ഹിൻഡൻബർഗ് മുതൽ BBC വരെയുള്ളതുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഇവരൊക്കെ ലക്ഷ്യം ഇടുന്നുണ്ടോ? ഗ്രേറ്റ തുൻബർഗ് ഒരു ടൂൾ കിറ്റ് ആണോ എന്നുള്ള ആരോപണങ്ങൾ ഇതിനിടയിൽ വരുന്നുണ്ട്. മറ്റൊന്ന്, ഒരേ പാറ്റേണും ഒരേ തരത്തിലുള്ള ആരോപണവുമാണ് ഇതുവരെയും ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളിലെല്ലാം സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട സത്യം നമുക്ക് ഇതിനിടയിൽ മറന്നു പോകുക വയ്യ എന്നുള്ളതാണ്. പ്രതിഷേധങ്ങൾ എല്ലാം കൃത്രിമമല്ല. ചിലപ്പോൾ അവ യഥാർത്ഥ പ്രശ്നങ്ങളുടെ ശബ്ദമായി തന്നെ നിലകൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വിഷയം വളരെ സങ്കീർണമായിട്ട് മാറുന്നത്. ഇത് ഒരു ഭാഗത്തെയോ മറ്റു ഭാഗത്തെയോ നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു വാസ്തവം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇന്ന ഭാഗം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി, ഇന്ന പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന സംഘടനയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം അതും ഇതും പറഞ്ഞ വാദിച്ച് ജയിക്കാൻ നോക്കാം എന്നുള്ളതല്ലാതെ ഇത് രണ്ടും ഇഴകലർന്നു കിടക്കുന്ന ഒരു കേസായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രതിഷേധങ്ങൾ എല്ലായ്പ്പോഴും കൃത്രിമമല്ല, അത് ചില യഥാർത്ഥ പ്രശ്നങ്ങളുടെ ശബ്ദമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം സങ്കീർണമാകുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ എടുത്തു നോക്കുക. സർക്കാരുകൾ എല്ലായ്പ്പോഴും പ്രതിപക്ഷത്തെ കൊണ്ടല്ല വീഴുന്നത്. ചിലപ്പോൾ ഒരു തെറ്റ്, ഒരു വിശ്വാസം തകരൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, 1975 സംഭവിച്ചത് എന്താണ്? അത് ആരും മറന്നു കാണില്ലല്ലോ. ഇന്ന് അതേ വഴിയിലാണോ ഇന്ത്യയുടെ പോക്ക് എന്നുള്ള ചോദ്യവുമുണ്ട്. ഒരു സർക്കാരിനെ തകർക്കാനായിട്ട് എപ്പോഴും വലിയ അഴിമതി കേസുകൾ ഒന്നും വേണമെന്നില്ലെന്നേ. ചിലപ്പോൾ ഒരു പരീക്ഷ മതി, ഒരു ചെറിയ ആയുധം മതി എന്നുള്ളതാണ്. ചെറിയ ആയുധം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളായാലും മതി എന്നാണോ ഉദ്ദേശിച്ചത്? അപ്പോ ഒരു വിശ്വാസം തകർന്നാൽ മതി. ഒരു പരീക്ഷ, ഒരു വിശ്വാസം, ഇതൊക്കെ ഇപ്പൊ വലിയ പ്രശ്നങ്ങളായതാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നീറ്റിന്റെയും അയോധ്യയും ഒക്കെ ചേർന്ന് ചോദിക്കുന്നത് ഈ ഒരു ചോദ്യമല്ലേ എന്നുള്ളതാണ്. ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ BJP സർക്കാരിനെ, അല്ലെങ്കിൽ മോദി ബ്രാൻഡിനെ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ ഇത് നിർണയിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി മാറിയിട്ടുണ്ട്. കാരണം ഈ രണ്ട് വിഷയങ്ങളും
അയോധ്യയും നീറ്റും അത് BJP-യുടെ അടിത്തറ അല്ലെങ്കിൽ മോദിയുടെ അടിത്തറ ഇളക്കാൻ പോകുന്നതായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു വാദമുഖവും കൂടി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് BJP ആണ്. ഇതുവരെ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ ഒന്നും തന്നെ പാളിയിട്ടില്ല. പാളി പോകുന്നിടത്ത് തന്നെ വീണ്ടും ഉയർന്നു വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ കാത്തിരിക്കേണ്ടി വരും ഇതിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാനായിട്ട്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? എന്താണ് ഇതേക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്.